ഹായ് വെൽക്കം ടു യു ക്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് SSC CGL 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് അല്ല, റീസണിങ് സെക്ഷൻ മാത്രം. അപ്പോൾ SSC CGL ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ എഴുതിയിട്ടില്ലാത്തവർക്കായിട്ട് പറയാം. SSC CGL എന്ന് പറയുമ്പോൾ അതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ റീസണിങ്, ദെൻ 25 ക്വസ്റ്റ്യൻ ജനറൽ നോളേജ്, പിന്നെ അടുത്ത 25 ഇംഗ്ലീഷ്, അടുത്ത 25 മാത്സ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ 4 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഈ 4 സെക്ഷനിൽ ഫസ്റ്റ് സെക്ഷനായ റീസണിങ് ആണ് ഇന്നിവിടെ ഞാൻ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ SSC CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ബാക്കി SSC CHSL ആയാലും അല്ലെങ്കിൽ റെയിൽവേ RRB ആയാലും ഈവൻ ബാങ്ക് എക്സാംസ് ആയാലും കേരള PSC ആയാലും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം ഏകദേശം സിലബസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഒക്കെ സെയിം ആണ് അല്ലേ. അപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് നമ്പർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്? ആൻഡ് ദ സീരീസ് തന്നിട്ടുണ്ട് 98, 95, 86, 82, 66 ആൻഡ് ദ മിസ്സിംഗ് നമ്പർ ആൻഡ് 36. സോ ഈ പൊസിഷനിലുള്ള നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 98, 95, 86, 82, 66, 36. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് എഴുതാം. സോ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3. ഇവിടുത്തെ ഡിഫറൻസ് 95 മൈനസ് 86, ദാറ്റ് ഈസ് 9. 86 മൈനസ് 82 4. 82 മൈനസ് 66 16. സോ നമുക്ക് ഈ ഡിഫറൻസിൻ്റെ ഒരു പാറ്റേൺ നോക്കിയപ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? ആദ്യം 3 വന്നു, പിന്നെ അതിൻ്റെ സ്ക്വയർ വന്നു അല്ലേ. 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ. ദെൻ അടുത്തത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അടുത്ത ഡിഫറൻസ് 4 വന്നു, ദെൻ 16 വന്നു. 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ. സോ 3 4. അപ്പോൾ അടുത്ത ഡിഫറൻസ് ഏതായിരിക്കും വരിക? അടുത്ത ഡിഫറൻസ് 5 ആയിരിക്കും. ആൻഡ് അതിൻ്റെ അടുത്തത് 5ൻ്റെ സ്ക്വയർ, അതായത് 25 ആയിരിക്കും. സോ നമുക്ക് കിട്ടി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് 5 ആയിരിക്കും. അതായത് 66 മൈനസ് ഈ നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. സോ ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 66ൻ്റെ ഒപ്പം ഈ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് 66 മൈനസ് 5 എന്ന് പറയുന്നത് 61. പിന്നെ അടുത്തതുണ്ട്, അടുത്ത 61 മൈനസ് 36 എന്ന് പറയുമ്പോൾ നമുക്ക് 25 ആവണം. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 61 മൈനസ് 36 വിച്ച് ഈസ് 25. സോ ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ ഏതായിരുന്നു? 61 ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. 8, 12, 24 ഇതാണ് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിൽ ഈ നമ്പേഴ്സ് തമ്മിൽ എന്താണ് റിലേഷൻ? ആ സെയിം റിലേഷൻ വരുന്ന സെറ്റ് ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് ഏതാണ് സെയിം റിലേഷൻ വരുന്ന സെറ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ ആദ്യം നമുക്ക് ഈ 8, 12, 24ൻ്റെ കണക്ഷൻ എന്താണെന്ന് നോക്കണം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് 8 എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? 8 എന്ന് പറയുമ്പോൾ നമ്മൾ 4 into 2 എന്ന് പറയും അല്ലേ. അതുപോലെ 12 എന്ന് പറയുമ്പോൾ 4 into 3 എന്ന് പറയും. സോ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 8നെ 4 into 2 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് 12നെ 4 into 3. സോ ഇതും 4ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി, ഇതും 4ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് 24നെ 4ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം, അതായത് 4 into 6. സോ നമുക്ക് മനസ്സിലായി 4നെ 2 കൊണ്ട് ഗുണിച്ചതാണ് 8, 4നെ 3 കൊണ്ട് ഗുണിച്ചതാണ് 12, 4നെ 6 കൊണ്ട് ഗുണിച്ചതാണ് 24. സോ ഈ സെയിം റിലേഷൻ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 4 നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ സെയിം റിലേഷൻ ഏതിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ 6നെ നമുക്ക് 3 into 2 എന്ന് എഴുതാം അല്ലേ. 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. അതുപോലെ 18നെ നമുക്ക് 3 into 6 ആണ് എഴുതാൻ പറ്റുക. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? സെയിം നമ്പറിനെ, അത് ഏത് നമ്പറും ആയിക്കോട്ടെ, പക്ഷെ സെയിം നമ്പറിനെ 2, 3, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷൻസിലും അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻസിലും സെയിം നമ്പറിനെ 2, 3, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 2, 3, 6 2, 3,
6. സെയിം നമ്പറിനെ 2, 3, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെയും സെയിം നമ്പർ, അതായത് 3 കൊണ്ട് 2, 3, 6നെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതായത് ഇവിടുത്തെ സെയിം റിലേഷൻ ആണ് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 6, 9, 18 ആയിരിക്കും നമ്മുടെ ആൻസർ. കാരണം എന്താണ്? രണ്ടിലും സെയിം റിലേഷൻ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. Select the option that is related to the third letter cluster in the same way as the second letter cluster is related to the first letter cluster. And ഒരു letter cluster വന്നിരിക്കുന്നത് MNOP, LONQ, then FGHI. ഇതിന്റെ ഒപ്പം റിലേറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ ക്ലസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്ററും സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്ററും തമ്മിൽ ഉള്ള റിലേഷൻ ഉപയോഗിച്ച്, ഇവിടെ എന്താണോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ, ആ സെയിം റിലേഷൻ ഉപയോഗിച്ച് ഈ ലെറ്റർ ക്ലസ്റ്റർ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ സെയിം റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് നോക്കാം. MNOP, LONQ. സോ ഫസ്റ്റും സെക്കൻഡും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എമ്മും എല്ലും തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. എം ആൻഡ് എൽ. നമുക്ക് ആദ്യം A to Zനെ ഒന്ന് നമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? എയുടെ നമ്പർ എത്രയാണ്? 1, ബിയുടെ നമ്പർ 2, സിയുടെ നമ്പർ 3, എക്സെട്ര. സെഡിന്റെ നമ്പർ എത്രയാണ്? സെഡിന്റെ നമ്പർ 26. ഓക്കെ, സോ എമ്മിന്റെ നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം. എമ്മിന്റെ നമ്പർ ഇതുപോലെ നമ്പർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ 13 ആണ്, എല്ലിന്റെ നമ്പർ 12 ആണ്. ഓക്കെ, സോ 13 - 1 ആണ് 12. അതായത് എമ്മിൽ നിന്ന് 1 കുറച്ചാലാണ് നമുക്ക് എല്ല് കിട്ടുന്നത്, അല്ലേ? സോ M - 1 L. ഇനി എന്നും ഓയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് A to Z പറയുമ്പോൾ N കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പറാണ് O, അല്ലേ? സോ N + 1 ആണ് O. ദെൻ ഓയും എന്നും തമ്മിലുള്ള റിലേഷൻ N + 1 ആണ് O എന്നുണ്ടെങ്കിൽ O - 1 ആണ് N. സോ O - 1 N. നെക്സ്റ്റ് P ആൻഡ് Q. P കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ ആണ് Q. സോ P + 1 ആണ് Q. സോ ഈ MNOPയും LONQയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? M - 1 L, N + 1 O, O - 1 N, P + 1 Q. സോ ഈ സെയിം റിലേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റത്തെ ലെറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. F - 1. എഫിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ, അതായത് എഫിന് തൊട്ട് ബാക്കിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? ABCDEF, അല്ലേ? സോ ഇത് ഫസ്റ്റത്തെ ഏതായിരിക്കും ലെറ്റർ വരിക? ഫസ്റ്റത്തെ E ആയിരിക്കും. ദെൻ G + 1 ചെയ്യണം. G + 1. G കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാണ്? GH. സോ H വന്നു. ദെൻ H - 1 ചെയ്യണം വീണ്ടും, അല്ലേ? H - 1 പക്ഷെ എത്രയാണ്? G. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് എത്ര? 1 ആഡ് ചെയ്യണം. അതായത് ഐയുടെ ഒപ്പം 1 ആഡ് ചെയ്യണം. I + 1. I + 1 എത്രയാണ്? ഐക്ക് ശേഷം വരുന്നത് IJ. സോ J. സോ FGHIയുടെ ഒപ്പം കിടക്കുന്ന ക്ലസ്റ്റർ ഏതായിരിക്കും? EHGJ. സോ ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ, EHGJ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ. How many squares are there in the following figure? സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഈ ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഒന്നാമത്തെ ഫിഗർ, ഒന്നാമത്തെ സ്ക്വയർ. ദെൻ 2, 3, 4. അതുപോലെ തന്നെ ഇവിടെ 5, 6, 7, 8. ദെൻ ഈ ഒരു ഫിഗർ 9, 10, 11, 12. ഓക്കെ, ദെൻ ഈ ഒരു ഫുൾ ഫിഗർ 13. പിന്നെ ഇങ്ങനൊരു ഫിഗർ ഉണ്ട് അല്ലേ ഉള്ളില്, അല്ലേ? ഇതുപോലൊരു ഫിഗർ ഉണ്ട്, ഇത് 14. സോ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഇതിൽ? 14 നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്. അതായത് ഓപ്ഷൻ ഡി, 14 സ്ക്വയേഴ്സ് ഉണ്ട് ടോട്ടൽ.
So fifth question, select the figure that will come next in the following figure series. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ സീരീസ്. ഈ സീരീസിൽ 1 2 3 4 ഫിഫ്ത്ത് ബോക്സിൽ വരുന്ന ഫിഗർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം അല്ലേ. ഇതിൽ ഫസ്റ്റ് ഫിഗറും തേർഡ് ഫിഗറും ഒരുപോലെയാണ്. ഒരുപോലെ മീൻസ് സെയിം ടൈപ്പ് ഓഫ് ഏരോസ് ആണ്. അതുപോലെ തേർഡും ഫോർത്തും സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവര് തമ്മിൽ കമ്പയർ ചെയ്യാം. ഈ ഫസ്റ്റും തേർഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റത്തെ ഏരോനെ ഇൻവേർട്ട് ചെയ്തത്, അതായത് തിരിച്ചു വെച്ചതാണ് തേർഡിലെ. ഓക്കെ, ഫസ്റ്റത്തെ ഏരോ ഇൻവേർട്ട് പൊസിഷൻ അല്ലെങ്കിൽ തല തിരിച്ച് വെച്ചതാണ് തേർഡ് ഫിഗറിലെ ഫസ്റ്റത്തെ ഏരോ. ദെൻ സെക്കൻഡ് ഏരോ നോക്കുകയാണെങ്കിൽ സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. തേർഡ് ഏരോ നോക്കുകയാണെങ്കിൽ അതും സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ഫോർത്ത് ഏരോ നോക്കുമ്പോൾ എഗെയിൻ ഇതിൻ്റെ ഇൻവേർട്ടഡ് ഏരോ ആണ് ഇത്. ഓക്കെ, ഇതിന് ജസ്റ്റ് തലതിരിച്ചതാണ് ഈ ഏരോ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് തേർഡിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്, ബാക്കി സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡും ഫോർത്തും തമ്മിൽ കമ്പയർ ചെയ്യാം. സെക്കൻഡും ഫോർത്തും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ ഫസ്റ്റ് ഏരോനെ ഇൻവേർട്ട് ചെയ്തതാണ്, അതായത് തല തിരിച്ചു വെച്ചതാണ് ഫോർത്തിലെ ഫസ്റ്റ് എന്ന് പറയും. ദെൻ സെക്കൻഡ് ഏരോ സെയിം ആണ്, തേർഡ് ഏരോ സെയിം ആണ്. ദെൻ ഫോർത്ത് ഇതിന്റെ തലതിരിച്ചതാണ് ഇത്. അതായത് ഒന്നാമത്തെ നാലാമത്തെയും ഏരോസിന് തലതിരിച്ച് വെച്ചാൽ മതി. സോ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഏരോ ആണ്, ഇവിടുത്തെ ഫിഗർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ആരായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? തേർഡും. ഓക്കെ, തേർഡും ഫിഫ്ത്തും. സോ ഇതിലെ ഫസ്റ്റത്തെയും ഫോർത്തും തലതിരിച്ചു വെച്ചാൽ നമുക്ക് ഫിഫ്ത്ത് ഫിഗർ കിട്ടും. സോ ഇതിനെ തലതിരിച്ചതെന്ന് പറയുമ്പോൾ ഇങ്ങനെ. ബാക്കി സെക്കൻഡും തേർഡും ഡിഫറൻസ് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് അതുപോലെ തന്നെ വരയ്ക്കാം. ദെൻ ഇതിനെ തലതിരിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ. സോ ഇതാണ് നമ്മുടെ ആൻസർ ഫിഗർ. അതായത് ഏത് ഓപ്ഷനാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ.